ഈ മേഖലയിൽ ജോലി ചെയ്ത ആളുകൾക്ക് എത്ര പരിജ്ഞാനം ഒരു സർട്ടിഫിക്കറ്റ് കാരണം ഉണ്ടാകില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ, ഈ സംഘടനയോട് ചേർത്ത് നിൽക്കുകയാണെങ്കിൽ, സംഘടനയുടെ പരിപാടികൾ ഇതുപോലത്തെ ഘട്ടങ്ങളിൽ നിങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിരന്തര പോരാട്ടങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളിവിടെ പറയാതെ പോകാൻ സാധ്യമല്ല. കഴിഞ്ഞ ഒരു മാസമായിട്ടില്ല നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടുകൂടി നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇലക്ട്രീഷ്യൻ എന്ന് പറയും, നമ്മൾ ലൈസൻസ് ഉള്ള ആള് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വീമ്പിളക്കുന്ന ആളുകളാ. നമ്മൾക്ക് നമ്മുടെ പരിപാടിയിൽ ഒന്ന് വന്നിരിക്കാൻ പോലും സമയമില്ല. നമ്മുടെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരുണ്ട്. എത്രയോ ദിവസമായി തൊഴിലിന് പോകാതെ, കുടുംബത്തിലേക്ക് നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെടുകയായിരുന്നു. ഇതുപോലൊരു സദസ്സ് ഉണ്ടാക്കാൻ വേണ്ടി, ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി, ഇതുപോലൊന്ന് ഒന്നിച്ചിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾക്കാർക്കും വർക്കുകൾ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾക്കാർക്കും പണി ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, നമ്മുടെ ആരുടെയും കൂലി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറത്തിരിക്കുന്ന, ഇതുമായി സംഘാടകരായിട്ട് നിൽക്കുന്ന ആളുകൾ, അവരും നിങ്ങളെപ്പോലെ ഒരാളാ, നമ്മളെപ്പോലെ ഒരാളാ. അവരുടെ ദിവസങ്ങൾ, എത്രയോ ദിവസങ്ങളായി ഇതിനു വേണ്ടി ഓടി നടക്കുകയാ. ഈ സമ്മാനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി, ഈ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി, ഇതിലേക്ക് വേണ്ട കമ്പനിയുടെ ഫണ്ടുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി അവർ ദിവസങ്ങളോളമായി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ നമ്മളാരും ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങളെയല്ല കുറ്റം പറയുന്നത്. 230ഓളം മെമ്പർമാരുള്ള ഒരു മഞ്ചേരി ഡിവിഷന്റെ പ്രതിനിധി സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 230-ൽ 150-ൽ താഴെ രജിസ്ട്രേഷൻ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ബാക്കി വരുന്ന 80ഓളം പേർ പുറത്തു നിൽക്കുകയാ. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാ, പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്താണ് പറയുന്നത്? എന്താണ് നമ്മൾ ഉപദേശിക്കുന്നത്? എന്താണ് പുതിയ നിയമങ്ങൾ? എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? എന്ത് പ്രവർത്തനമാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുകയാ. ആ ചർച്ചയുടെ ഭാഗമായി കൊണ്ട് പറയാനുള്ളത്, നമ്മൾ ഈ മേഖലയിൽ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന, നമ്മൾക്ക് അഹങ്കരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇപ്പോൾ ആണയിട്ട് പറഞ്ഞിരിക്കുകയാ. എവിടെയാ പറഞ്ഞത്? പുതിയ തൊഴിൽ നിയമം വന്നു. ആ തൊഴിൽ നിയമത്തിൽ നമ്മളൊക്കെ പറയുന്ന ലൈസൻസ് ഉള്ള ആളുകൾ എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ പരീക്ഷ എഴുതുന്ന, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന ഒരു തൊഴിലാളി വിഭാഗമാണ് നമ്മൾ. നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ആർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല, ആരെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഗവൺമെന്റ് തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള, ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോലീസുകാരും പട്ടാളക്കാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും, അതുപോലെ തന്നെ ഈ കോളേജ് ലെക്ചർമാരും ബിടെക്കുകാരും എംടെക്കുകാരും ഒക്കെ വിദ്യാഭ്യാസത്തിൽ സമ്പന്നരായിട്ടുള്ള നാടാണ് നമ്മുടെ. പക്ഷേ ആ വീട്ടിലൊന്ന് ഒരു ഹോൾഡർ മാറ്റണമെങ്കിൽ, ഒരു ഫാനിന്റെ കപ്പാസിറ്റർ ഒന്ന് മാറ്റണമെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് മതിയാകില്ല. അതിന് വിളിക്കുന്ന പേരാ ഇലക്ട്രീഷ്യൻ എന്ന പേര്. ആ ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് ആ ഫാനിന്റെ കപ്പാസിറ്റർ ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ബൾബിന്റെ ഹോൾഡർ ഒന്ന് പൊട്ടിയാൽ അതൊന്ന് മാറ്റുക. ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് നമ്മൾക്ക് എന്തേ പേടിയില്ലേ? നമ്മൾക്ക് എന്തേ ഭാര്യയില്ലേ? നമ്മൾക്ക് എന്തേ മക്കളില്ലേ? നമ്മൾക്ക് എന്തേ അച്ഛനും അമ്മയും ഇല്ലേ? നമ്മളെ കൊണ്ട് ജീവിക്കുന്ന, നമ്മൾ അന്നന്ന് അധ്വാനിക്കുന്ന, അന്നന്ന് കൊണ്ടുവരുന്ന പണം കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ കുടുംബമുണ്ട്. എന്താ അവരെ മാറ്റാത്തത്? അവരെ വീട്ടുകാർ പറയും, നിങ്ങളത് തൊട്ടാൽ ഷോക്കടിക്കും, ഷോക്കടിച്ചാൽ അപകടം സംഭവിക്കും, ഒരുപക്ഷെ മരണം വരെ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ തൊടണ്ട, നിങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിക്കൂ. നമ്മൾ തൊട്ടാൽ എന്തേ ഷോക്കടിക്കില്ലേ? അത്രമാത്രം ഭീകരമായിട്ടുള്ള, കാണാൻ കഴിയാത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായ നമ്മൾ ആരുടെ ഗണത്തിലാണ് ഗവൺമെന്റ് കൂട്ടിയതെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? നമ്മൾ ആശാരി പണിക്കാരന്റെ കൂടെ, നമ്മൾ കുടനിർമ്മാണക്കാരന്റെ കൂടെ നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്കിൽ വർക്കറായിട്ടല്ല, സെമി സ്കിൽ വർക്കറായിട്ടാ ഗവൺമെന്റ് നമ്മളെ ചാപ്പകുത്തി പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് നിശബ്ദരാകേണ്ടത്? നമ്മൾ ഇതുപോലെ നിശബ്ദരായിക്കൊണ്ട്, നമ്മുടെ സമ്മേളനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കാതെ, ശബ്ദമുയർത്താതെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മുന്നിൽ നിൽക്കാതെ നമ്മൾ എവിടേക്ക് മാറി നിന്നാൽ ആരാണ് പ്രിയമുള്ളവരെ ആ സെമിയിലേക്ക് മാറ്റിയ, സെമി സ്കില്ലിലേക്ക് മാറ്റിയ നമ്മളെ ഈ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? എന്താ സെമി സ്കില്ലിലേക്ക് മാറ്റിയാൽ ഉണ്ടായ അനുഭവം? നമ്മൾ താഴെത്തടയിലേക്ക് പോകും, നമ്മൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. നമ്മൾക്ക് ഒരു ക്വാളിറ്റിയുള്ള, ഒരു ക്വാളിഫൈഡ്, ഒരു ടെക്നീഷ്യനായിട്ട്, ഒരു സ്കിൽഡ് വർക്കറായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഗവൺമെന്റിൽ എല്ലാത്തിലും, എല്ലാ രേഖയിലും ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, ഒരു ഇലക്ട്രിക്കൽ വയർമാൻ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ പുതിയ തൊഴിൽ നിയമം വന്നപ്പോൾ നമ്മൾ സെമി സ്കില്ലിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ നമ്മൾ പ്രതിഷേധിക്കണം. നമ്മൾക്ക് അർഹതപ്പെട്ടത് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടണം. അതിനുവേണ്ട സംവിധാനത്തിലേക്ക്
കാര്യങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങിയാൽ മാത്രമേ നമ്മുടെ സംവാദങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും വിജയിപ്പിക്കുക വഴി മാത്രമേ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേദി ഒരുക്കുകയുള്ളൂ. നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പ്രിയമുള്ളവരെ സംസാരിക്കുക? ഇത്തരത്തിലുള്ള വേദികളാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ള വേദികൾ, ഇത്തരത്തിലുള്ള വേദികളാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആ വേദികൾ നമ്മൾ വളരെ ഭംഗിയാക്കണം. നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഒരു രാഷ്ട്രീയ വിലപേശനല്ല, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന സംഘടനയല്ല, നമ്മളൊരു മതസംഘടനകളിൽ പ്രവർത്തിക്കുന്ന സംഘടനയുമല്ല. തികച്ചും സ്വതന്ത്രമായിക്കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള, പ്രവർത്തിക്കാൻ മാറ്റിക്കൊടുത്ത ഒരു സംഘടനയാണ് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടന. ആ സംഘടനയ്ക്ക് ഒരു വിലപേശലിനല്ല. പക്ഷേ നമ്മുടെ അംഗബലം ഇവിടെ പ്രിയപ്പെട്ട MLA വന്നപ്പോ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒടിഞ്ഞ കസേരകൾ കുറെ ഉണ്ടായിരുന്നു, ഇത്രമാത്രം ആളുകളില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ അങ്ങനെ സംഭവിച്ചു പോയത്? നമ്മുടെ അംഗബലം, നമ്മുടെ ഐക്യം എത്ര ഉണ്ടെന്ന് ആ പ്രിയപ്പെട്ട MLAക്ക് കാണാൻ സാധിക്കുകയാ. ഈ തിങ്ങ് നിറഞ്ഞ സദസ്സാണെങ്കിൽ MLAക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, അദ്ദേഹം നമ്മളോട് കൂടെ സംവദിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞുപോയി, നിങ്ങളോടൊപ്പം നിയമസഭയിൽ സംസാരിക്കേണ്ട, ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മേൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് പറയപ്പെട്ടു MLA. അതിന് നമ്മൾക്ക് അവസരം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലൊരു സമ്മേളനം നടത്തിയത് കൊണ്ട് അദ്ദേഹം നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. നിലമ്പൂർ ഡിവിഷൻ സമ്മേളനം കഴിഞ്ഞു. പ്രിയപ്പെട്ട നിലമ്പൂരിന്റെ MLA ആര്യാട് ഷൗക്കത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താവശ്യം ഉന്നയിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് നിവേദനം നിന്നാലും കേരള നിയമസഭയിൽ എന്റേതായ മുഖമുദ്രയോടുകൂടി എന്റേതായ ഒപ്പ് ചാർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട AP അനിൽകുമാർ MLAയോട് പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട MK മുനീർ സാഹിബിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട നമ്മുടെ KT ജലീൽ MLAയോട് പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യമായിക്കൊണ്ട് നമ്മൾക്ക് എല്ലാ രാഷ്ട്രീയക്കാരും വേണം, എല്ലാ MLAമാരും വേണം, എല്ലാ മുഖ്യമന്ത്രിയും വേണം, എല്ലാ മന്ത്രിമാരും നമ്മൾക്ക് ആവശ്യമുള്ളത്. അവരോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുക, നമ്മളെ സ്കിൽ വർക്കിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ അൺസ്കിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ തൊഴിൽ മന്ത്രി പറഞ്ഞിരിക്കുക, നിങ്ങളെ കാര്യം ഞങ്ങൾ പരിഗണിക്കും, ആ പരിഗണനയുള്ള വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിവേദനം സ്വീകരിച്ചിരിക്കുക. നമ്മുടെ നിവേദനം തള്ളിക്കളഞ്ഞാൽ നമ്മൾ ഉറപ്പുണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഗവൺമെന്റ് തലത്തിലേക്ക് രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ആര് ഭരിക്കുന്നുവോ ആ ഭരണകർത്താക്കെതിരെ നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെടുത്തിയാൽ, നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിച്ചാൽ അവർക്കെതിരെ സമരമുയർത്തും. ആ സമരത്തിൽ രാഷ്ട്രീയമല്ല വലുത്, നമ്മുടെ തൊഴിലാണ് വലുത്. നമ്മൾ ആരും തന്നെ വലിയ സമ്പത്തുള്ള ആളുകളായി മാറിയ ആളുകളല്ല. അന്നൊരു ദിവസം പണിയില്ലെങ്കിൽ ആ കുടുംബം പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മൾ തന്നെ കാണുകയുള്ളൂ. ആ ശബ്ദമുയർത്തണമെങ്കിൽ നമ്മുടെ അംഗബലം ആളുകൾക്കിടയിൽ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ എന്ന് പറയുമ്പോ നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല, പക്ഷെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ കുറ്റപ്പെടുത്തി പറയാൻ ഒരു സമയം പോലും അവകാശം പോലും കൊടുക്കാതിരിക്കണമെങ്കിൽ അംഗസംഖ്യ ഇവർ വലിയൊരു സംഘടനയാണ്.